സെല്ലിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നമ്മുടെ ആണ് കളിക്കുന്നത്. കാരണം നമുക്ക് പഴയ മറ്റേ പബ്ലിക് സെർവറിലൊക്കെ കളിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ നല്ല ബ്രെയിൻ നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ ഇത്ര ബ്രെയിൻ നോട്ട്സേ ഉള്ളൂ, കുറച്ച് മിറ്റിക്കൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇമ്പോഷണലും പിന്നെ ഇന്ന് നമ്മുടെ ഒപ്പം കളിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഇന്നത്തെ മെയിൻ പരിപാടി റീബർത്ത് ചെയ്യാൻ നോക്കുന്നതാണ്. പക്ഷേ ഒരു ബ്രെയിനോട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട്. ചിമ്പൻസീനി ബനാനീനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിമ്പൻസീനി ബനാനി വരണേ ഇല്ല, അത് നല്ല റയറാ തോന്നുന്നുണ്ട്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എപ്പം വരുമെന്ന് അറിയില്ല. ലെജൻഡറി ആണ്. ലെജൻഡറി ആയതുകൊണ്ട് തന്നെ വരാത്തിരി പാണികൾ പോകണമെങ്കിൽ 1 മിനിറ്റ് കൂടി. പിന്നെ ഇവന്റ് തുടങ്ങാൻ പോവാണ്. ഇനി 4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എഗ് ഹണ്ട് ഇവന്റ് കൊണ്ടൊരു ഇവന്റ് വരാൻ പോകുന്നു. പ്രൈവറ്റ് സെർവറാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ നമ്മുടെ നിവിൻ പ്രൊഫഷണലിൽ നമ്മുടെ റീബർത്തിനുള്ള ബ്രെയിൻ റോട്ടൊക്കെ നിവിൻ പ്രൊഫഷണലിൽ നമ്മൾ കൈ വെച്ചിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഇടുന്ന റീബർത്ത് ഇതാ കിങ്ങൊക്കെ നമ്മുടെ ഇപ്പം കളിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ കിങ് പിന്നെ കളിക്കും. ഈ 3 മിനിറ്റ് കൂടി എഗ്രോട്ട് ഹണ്ടിന് പിന്നെ റോബ്ലോക്സ് കളിക്കണ കുട്ടികൾ സ്റ്റീൽ ബെൻഡോട്ട് കളിക്കുന്നത് എത്ര റീബർത്താന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. നമ്മൾ നിവിൻ പ്രൊഫഷണലിൻ്റെ ബേസാണ് ഗൈസ്. നമ്മുടെ 2 നിലയാണ്. നിവിൻ പ്രൊഫഷണലിൻ്റെ 3 നില ബേസ് ഇട്ടത്. നിവിൻ പ്രൊഫഷണൽ പണ്ടോട്ടുള്ള പ്ലെയറാണ്. നമ്മൾ ഈ ഇടയ്ക്കൊക്കെ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനലായിട്ട്. കുറേ ബനാനീറ്റ ഡോൾഫിനീറ്റാണ് ഗൈസ് വരുന്നത്. ചിമ്പാൻസിനി ബനാനീറ്റ ഇതൊന്നും കാര്യമില്ല. ഇതറിയത്തില്ല. ഇതാ നിവിൻ പ്രൊഫഷണൽ ഇതാ ഇവിടെ നിന്ന് ചാടുന്നുണ്ട്. ഇവൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടുന്നത്. ഇവൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ആവും ഗൈസ്. ഇവൻറ്റിൻ്റെ വീഡിയോ ആണ് വീണ്ടും ഗ്ലോബൽ ഫോട്ടോ ഡീലോ ആണ് വരുന്നത്. ഗ്ലോബൽ ഫോട്ടോ ഡീലോ ഇവിടെ 2 ഇരിപ്പുണ്ട്. പിന്നെ ഷെഫാബറ കടാവർ ഇവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എവിടെ പോയി എന്നറിയില്ല. കിങ്ങിന് റീബർത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഷെഫാബറ. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അറിയില്ലായിരുന്നു. ചിമ്പാൻസിനി ബനാനി ഇതുവരെ വന്നിട്ടില്ല. ബാക്കി എല്ലാ ബ്രെയിനോട്ടും വരുന്നുണ്ട് ഗൈസ്. ഇനി 2 മിനിറ്റ് എഗ് ഹണ്ട് ഇവന്റ് വരുവാണ്. എഗ്രോട്ട് ഹണ്ട് ഇപ്പം സ്റ്റാർട്ടാവും ഗൈസ്. 2 മിനിറ്റ് കൂടിയുള്ളൂ. ഇപ്പോൾ 1 മിനിറ്റ് 59 സെക്കൻഡ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ഗൈസ് ഇതുവരെ മറ്റേ ചിമ്പാൻസിനി ബനാനിനി വന്നിട്ടില്ല. വന്നിട്ടാണ് ഞങ്ങൾക്ക് ലെജൻഡറി സ്പോൺ ആയിട്ടുണ്ട്. ബട്ട് ചിമ്പാൻസിനി ബനാനി നമുക്ക് വേണ്ട. ലെജൻഡറി ഇതിപ്പോ പബ്ലിക് സെർവർ ആച്ച്. ഇതിനു വേണ്ടി എല്ലാവരുടെയും വാര്യം ഇതാ ഷെഫ് ആബ്രാക്കഡാബ്ര. ഞാൻ അറിയാതെ മേടിച്ചു Crabra 19 സെക്കൻഡ് കൂടി ഇവന്റിന്. ചിമ്പാൻസിനി ബനാനി സ്പോൺ ഗൈസ്. ചിമ്പാൻസിനി ബനാനി സ്പോൺ. എൻ്റെ ബേസിൽ എനിക്ക് നല്ല പ്രയോജനമൊക്കെ എടുത്തിട്ട് നിവിൻ പ്രൊഫഷനോട് പറയാണ്. ഞാൻ പറഞ്ഞതിനെടുത്തിട്ട് ഇതിനെടുത്തിട്ട് വെക്കാം. ഈ 2 എടുത്തിട്ട് വെക്കാം. പിന്നെ ടോയ്ലറ്റ് സക്കാത്തിന് പിന്നെ ഇവന്റ് വന്നിരിക്കട്ടെ ഗൈസ്. ഇവന്റിന്റെ സമയത്തിനാണ് നമ്മൾ റീവർത്ത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ കുറെ കൊയിനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കവെല്ലാം 1 ദിവസമൊക്കെ വരുന്നുണ്ട്.
ഇനി ഇവിടെ കുറെ കോയിൻസ് ഒക്കെ സ്പോണാവുന്നുണ്ട്, എന്തിനാന്നറിയില്ല. ഇവിടെ കുറെ കോയിൻസ് അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, എന്തിനാന്നറിയില്ല. വെറുതെ കളക്ട് ചെയ്താൽ ചിലപ്പോൾ ബേസിത്തെ ഐറ്റംസ് ഒക്കെ എടുത്തോളാം, എടുത്തിട്ട് വെച്ചു. വേഗം എടുക്കും. എൻ്റെ ബേസിത്തെ സാധനം എടുത്തിട്ട് അല്ലെങ്കിൽ അപ്പോൾ റീബർത്ത് ചെയ്യാനാണ്. അതിന് പിന്നെ ടോയ്ലറ്റ് ഓഫ് ഒക്കെ ചെയ്യാൻ എടുത്തിട്ട് പോയാൽ മതി. ബാക്കിയെല്ലാം അവിടെ കിടന്നോട്ടെ. നമുക്കിപ്പോൾ തന്നെ 6 കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത റീബർത്തിലുള്ള ബ്രെയിൻ റോട്ട്സ് ഒക്കെ നമുക്ക് സെറ്റാണെന്നാണ് വിജയിക്കുന്നത്. ആവശ്യമുള്ളതൊക്കെ എടുത്തൊന്ന് ന്യൂട്രലിനോട് വിജയിക്കുന്നു. അതവിടെ ഇന്നോട്ടെ. റീബർത്ത് നെക്സ്റ്റ് റീബർത്ത് ഷെഫ് ആബ്രക്കഡാബ്ര ഗ്ലോർബോ ഫുഡ് രണ്ടും നമ്മുടെ ഉണ്ട്. പക്ഷെ പൈസ ആവാൻ വേണ്ടി റീബർത്തിലുള്ള ആനിമൽസ് ഒക്കെ ഉണ്ട്. ഇതാണ് റീബർത്തിലുള്ള ആനിമൽസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് ന്യൂട്രലിനെ കുറച്ച് യൂട്യൂബിൽ കണ്ടൊരു ഇതായിട്ടൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് ഷെഫ് ആബ്രക്കഡാബ്രേനെ എടുക്കാൻ പോകുന്നത്. കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഷെഫ് ആബ്രക്കഡാബ്രയോട് എടുക്കുന്ന സമയത്ത് നിംബോഫ്രണ്ട് അവിടെ കൊയിൻ കളക്ട് ചെയ്യുന്നുണ്ട്. നിംബോഫ്രണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ബ്രെയിനോട്ടിൽ എടുക്കുന്നുണ്ട്. നിംബോഫ്രണ്ട് അവിടെ അടിയത്തെ ബ്രെയിനുണ്ട്, അവിടെ ബ്രെയിനോട്ട് കോഡ് ഉണ്ട്. നമ്മുടെ ഏറ്റവും വലുതാണത്. ഇവർക്കും എടുത്തിട്ടാണ് അങ്ങനെ നമ്മൾ കൊക്കോഫോന്ത് എലിഫാന്താണ് അവിടെ വെച്ചിട്ടുണ്ട്. എത്ര പൈസ വേണോ റീബർത്ത് ചെയ്യാൻ? 35. അങ്ങനെ ഈ റീബർത്തോടെ നമ്മുടെ വീഡിയോ എൻ്റെ ആവട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇവന്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നിർത്തുന്നതാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇവന്റ് ആണത്. ഈ ഇവന്റ് കഴിയുന്നതോടെ നമ്മുടെ വീഡിയോ എന്നത്തോടെ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി അടുത്ത റീബർത്തുള്ള സാധനം നമ്മുടെ Bombardiro crocodilo. പെട്ടെന്ന് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോക്കണ്ട ഇവൻ്റെ കീഴിലേക്ക് 15 മിനിറ്റ് ഇവൻ്റെ അപ്പേക്ക് വേറെ ഇവന്റെ തീരുമാനം നമ്മുടെ വീഡിയോ അവിടെ ചിലപ്പോൾ റീബർത്ത് ഓഫ് ക്യാമറയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആളർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡബിൾ ജമ്പ് മേടിച്ചില്ലേ? ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. നമ്മുടെ മെമ്പർസിൽ എന്തൊക്കെയൊക്കെയോ ഇവിടെ മേടിക്കേണ്ടത്. നമ്മുടെ 250 കോയിന് ഇതാ ഈ മുട്ട ഈ എഗ്ഗ് മേടിക്കാനാണ് നോക്കുന്നത്. ലക്കി ബ്ലോക്ക് എഗ്ഗ്. ഞാനിവിടെ ഡബിൾ ജമ്പൊക്കെ അടിച്ച് പവർ റേസായി പോകുന്നുണ്ട് ഗൈസ്. നമ്മളിവിടെ റീബർത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും ബ്രെയിൻ ഔട്ട് ചെയ്തിട്ടൊക്കെ Frigo Camelo. ഫ്രീകോക്കമേല വന്നൊരു ബ്രെയിൻ ഔട്ട് എടുത്തിട്ടുണ്ട്. അതിന് എന്തോ കറങ്ങി വന്നു ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് നല്ല ഹൈറ്റിൽ ചാടാൻ പറ്റുന്നു ഗൈസ്. ഇല്ല എനിക്ക് തന്നെ ജമ്പാറുണ്ട് ഗൈസ്. ജമ്പ് നോക്കി പഠിക്കുമ്പോൾ നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്താ പറ്റി അങ്ങനെ 24 നമ്മളിനി ജമ്പ് ചെയ്യും ഗൈസ്. നമ്മളിങ്ങനെയൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ അവർ പല സ്ഥലത്തേക്ക് പോകണില്ല. നമ്മൾ ഡബിൾ ജമ്പ് മേടിക്കണമെന്ന് പറയണ്ട. പക്ഷെ നമുക്ക് ഡബിൾ ജമ്പ് വേണ്ട. 250 അത് എടുക്കാനാണ്.
250 മറ്റേ മുട്ട എഗ്ഗ് മേടിക്കണം, മുട്ട ലക്കി ബ്ലോക്ക് മേടിക്കാനാണ് ഗൈസ്. ഗൈസ് നമ്മളിവിടെ 32 ആക്കിയിട്ടുണ്ട്. ഇവർ പറയണ നമ്മൾ മുട്ട എഗ്ഗ് മേടിക്കാനാണ്, അല്ലാതെ ഇവർ പറയണ ജമ്പൊന്നും മേടിക്കണില്ല. നമ്മൾ 34 കോയിൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ 250 കോയിൻ വേണമെന്നാണ് പറഞ്ഞത്. ഈ ഡബിൾ ജമ്പ് മേടിക്കാൻ പൈസ ആവില്ല എന്നൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്ത ഗൈസ്. അങ്ങനെ നമ്മളിവിടെ കുറേ കോയിൻ കളക്ട് ചെയ്യാണ് ഗൈസ്. 38 കോയിൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് കോയിൻ കളക്ട് ചെയ്യണം നമ്മൾ. ഇപ്പം 40 ഗായ്സ് നമ്മളിവിടെ കോയിൻ കളക്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഞങ്ങളിവിടെ കോയിൻ കളക്ട് ചെയ്ത് 41 കോയിൻ ആക്കിയിട്ടുണ്ട്. അവിടെ കോയിൻ ചെറ കളക്ട് ചെയ്യാൻ വേണ്ടി കോയിൻ സ്പോണാൻ വെയിറ്റ് ചെയ്യണം. ഇവിടെ കോയിൻ സ്പോൺ വേറെ നോക്കണം. നമ്മൾ കോയിൻ കളക്ട് ചെയ്യണം ഗൈസ്. കോയിൻ സ്പോട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. 44 കോയിൻ ഇപ്പം തന്നെ 50 കോയിൻ വെച്ച് ലക്കി ബ്ലോക്ക് എടുത്തിട്ട് നല്ല സുഖമായി കേട്ടോ ഗൈസ്. ഇതിൻ്റെ മുകളിലൊക്കെ ഗൈസ് ഈ കോയിൻ വന്ന് സ്പോണുണ്ട് ഗൈസ്. നമുക്ക് മേഘത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നു കേട്ടോ ഗൈസ്. ഡബിൾ ജമ്പ് ഇല്ലേലും നിമിഷത്തിൽ ഡബിൾ ജമ്പ് വെച്ച് പ്രൊഫഷണലായിട്ട് പൊക്കോ കോയിൻ എടുത്തോണ്ടിരിക്കുകയാണ്. നിമിഷത്തിൽ ഇപ്പോൾ 14 കോയിനാണ് ഗൈസ്. ഇപ്പോൾ 50 കോയിനാണ്. 51 കോയിനായി. അങ്ങനെ 59 കോയിനായിരിക്കുകയാണ് ഗൈസ്. ഇനി ഒരു 200 കോയിനാണ് ആയാൽ നമുക്ക് 200 കോയിൻ ആവില്ല, എന്നാലും ആക്കാൻ നോക്കാം. പറ്റുന്നത്രോളം ആക്കിയിട്ട് നമുക്ക് ലക്കി ബ്ലോക്ക് മേടിക്കാനാണ്. 7 മിനിറ്റോടെ കേട്ടോ ഗൈസ്. ഇവനുള്ള ഈ 7 മിനിറ്റോടെ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എൻഡ് ആകുന്നതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കോയിൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകാശത്തോട്ടോ ഗൈസ്. നിങ്ങൾക്ക് ആകാശത്തിനൊക്കെ എവിടുന്നേലൊക്കെ വീഴും. സെറ്റ് ബ്രെയിനിലോട്ട് കിട്ടി ഗൈസ്. ഞാൻ നോക്കട്ടെ വെച്ചേ. നിങ്ങളുടെ ബേസിക് കൊണ്ട് വെക്കണ്ട, ഞാൻ നോക്കട്ടെ. ഓ ഇത് മറ്റേ എഗ്ഗാട്ടോ ഗൈസ്. ഓപ്പണിങ് എഗ്ഗാണ്. നിങ്ങളുടെ തരുമോ ചോദിക്കട്ടെ. ഓപ്പൺ ചെയ്തിട്ട് നല്ല ബ്രാൻഡാണെങ്കിൽ തരാം. നല്ല ഓപ്പൺ ചെയ്തിട്ട് തരുള്ളൂ എന്നാണ് പറയണത്. ഞാൻ പോയിട്ട് അപ്പുറത്ത് അടുത്ത് ഒരു എഗ്ഗ് കിട്ടാത്തേക്ക് തന്നെ ഞാൻ ഡബിൾ ജമ്പ് മേടിക്കണമെന്ന് അറിയാതെയാണ് റീവർത്ത് ചെയ്യാനാണ് പറയുന്നത്. റീവർത്ത് ചെയ്യാൻ 35 മില്യണാണ്. നമ്മളങ്ങനെ സ്പിന്നോടും ചെയ്യട്ടെ ഗൈസ്. ഓ ഗൈസ് ലക്കി ബ്ലോക്കിൻ്റെ അടുത്ത് പക്ഷേ കിട്ടിയില്ല. ഇവിടെ കുറേ കോയിൻ കിട്ടുന്നുണ്ട് ഗൈസ്. കോയിൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ എഗ്ഗ് നിൽക്ക്, ഞാൻ നല്ല കിട്ടുമ്പോൾ തരാട്ടോ. എന്നാൽ എനിക്ക് ഞാൻ വേറെ തരാം ഗൈസ്. നമ്മളിവിടെ കോയിൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോയിൻ കളക്ട് ചെയ്ത് കുറേ കോയിനായിരിക്കണം. പറന്ന് കളിക്കട്ടോ ഗൈസ്. പറക്കിലൊന്നും ചില്ലറ പറക്കല്ലോ, ഒരേ പറക്കല്ലോ. നമ്മൾ 70 കോയിനാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ 5 മിനിറ്റ് കൂടി വരുന്നുള്ള അതിന് അതൊക്കെ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കാം. 71 കോയിൻ കേട്ടോ ഗൈസ്. 5 മിനിറ്റ് കൂടി വരുന്നുള്ളൂ. ഞാൻ ഒരു ഐലൻഡിൽ അടിച്ചു ഗൈസ്. അല്ലെങ്കിൽ ഒരു ക്ലൗഡിൻ്റെ അതിന് കോയിൻ എടുത്തതിന് ഇവിടെ കോയിൻ സ്പോണുണ്ട്. 2 കോയിൻ സ്പോണുണ്ട്.
27 കോയിനായി. ആ എഗ് എങ്ങനെ വിരിയിക്കാൻ എനിക്ക് മനസ്സിലായി. ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ടൈം കഴിയുമ്പോൾ ഇതിലുണ്ടല്ലോ. ഫ്ലോറാണ് നല്ല കുറവാണ്. പെർ സെക്കൻഡ് നോക്കിയിട്ടാണ് ബ്രെയിനോട്ടിനെ കണക്കാക്കുക. അതാണ് നമുക്ക് പറ്റുന്നത് പൈസ കിട്ടും. അങ്ങനെ നമ്മൾ പറ്റുന്നിടത്തോളം ബ്രെയിനോട്ടിനെ എടുക്കാൻ നോക്കുന്നുണ്ട്. റീബർത്ത് അടിക്കാൻ നോക്കും. ഇത് കഴിയുമ്പോഴേക്കും അവിടെ കുറേ പൈസ ആയിട്ടുണ്ടാവും. നമ്മൾ പൈസ എടുത്തിട്ട് ബാക്കി നോക്കാം. 54 മില്യൺ ഗൈസ്. റീബർത്ത് ഇപ്പോൾ തന്നെ ചെയ്യാൻ വിചാരിക്കുന്നു. പ്രൊഫഷണൽ അല്ലെങ്കിൽ ഉണ്ട് ഇവന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം മാക്സിമം കോയിൻ കളക്ട് ചെയ്യാൻ നോക്കാം. അടുത്ത റീബർത്തിനുള്ള പൈസ ആയിട്ടുണ്ട്. വേറൊരു സാധനം കിട്ടി. പ്രൊഫഷണൽ അടുത്ത എഗ് കിട്ടി ഗൈസ്. പ്രൊഫഷണൽ ആയതുകൊണ്ട് പിന്നെ പണ്ടോട്ടേ കളിക്കാൻ തുടങ്ങിയ പ്ലെയറാണ് ഗൈസ്. പ്രൊഫഷണൽ പിന്നെ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് കളിക്കും. നമ്മളിപ്പോൾ 97 കോയിനായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോയിൻ കളക്ട് ചെയ്ത് 100 കോയിനായിരിക്കുന്നു. അടുത്ത ഇതുപോലത്തെ എഗ്രോഡ് ഹണ്ടിൽ ഹണ്ടിന് ഞാൻ തരാട്ടോ. 2 എഗ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഏത് എഗ്ഗാണ് ഇംപ്രൂവ്മെന്റ് തരുന്നത്? ഞാൻ നോക്കാം. ഞാൻ രണ്ടും തുറന്നിട്ട് അതിന് ബ്രെയിനോട്ട് തരാം. എനിക്ക് ഒരു എഗ് ഇതാ. എന്റെ ബ്രെയിനോട്ടിന് എടുത്തിട്ട് ഞാൻ റീബർത്ത് ചെയ്യാൻ പോകും. നിക്ക് എന്റെ ഇതൊന്ന് തുറക്കട്ടെ. എന്റെ എഗ്ഗൊന്ന് തുറക്കട്ടെ. എന്നിട്ട് റീബർത്ത് എന്നാ എൻ്റെ അകത്ത് മറ്റേ എഗ് കിട്ടോ? ഇപ്പൊ ഞാൻ റീബർത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതും തുറന്നിട്ട് ഞാൻ റീബർത്ത് ചെയ്തു. നമുക്കങ്ങനെ 105 കോയിനായിരിക്കുന്നു ഗൈസ്. റെഡി ഓപ്പൺ. 108 ഞാനുണ്ട്. വെയിറ്റ് എന്താ കിട്ടി? എവിടെ കാണിച്ച്? എഗ് ഡിൻ 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 എഗ് ഡിൻ എഗ് ഡുൺ. എൻ്റെ അത് വേണ്ട, അത് എനിക്കുള്ളതല്ലേ. റീബർത്ത് ചെയ്യാൻ എൻ്റെ ബ്രെയിനോട്ട് എടുത്തിട്ടോ. കൊക്കഫന്തിനും എടുത്താൽ ഈ 2 മിത്തിക്കിനും എടുത്താൽ ബൊമ്പർജിറോനെ എടുത്താൽ റീബർത്തിനുള്ള ഫ്രീ കൊക്കാൻ വേണ്ടി ഈ 2 എടുത്തിട്ടോ. ഈ 2 റീബർത്തിനുള്ളതാണ്. ബൊമ്പർജിറോയും ഫ്രീ കൊക്കാൻ വേണ്ടി ഒറാങ്കുട്ടീനുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അടുത്ത റീബർത്ത് സെറ്റ്. പെട്ടെന്ന് നമ്മൾ റീബർത്ത് ചെയ്യാൻ നോക്കണ്ട. ഈ റീബർത്ത് അല്ലെങ്കിൽ അടുത്ത റീബർത്ത് ഏതാ നോക്കിയിട്ട് ബ്രെയിനോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത റീബർത്ത് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഈ റീബർത്തോടെ നമ്മൾ നിർത്തുന്ന എടുക്കണ്ട. അത് വേണ്ട, ഇതെടുത്ത് ചെയ്തോ. അല്ലെങ്കിൽ ബേസ് കൊണ്ട് വെച്ചാൽ കയ്യിൽ നിന്ന് പോകും. ഞാൻ യൂട്യൂബിൽ കണ്ട കട്ടോ ഗൈസ്. ഇങ്ങനെ റീബർത്ത് ചെയ്ത് അവൻ്റെ സ്ട്രോബെറി പോയി ഗൈസ്. റീബർത്ത് ചെയ്യാൻ റീബർത്ത് ഫസ്റ്റ് ഫ്രീ കൊക്കമേലെ ഒറാങ്കുട്ടീനാണ് സീനിയാണ്. നമ്മൾ അടുത്ത റീബർത്തിനായിട്ട് ഫ്രീ കൊക്കമേലേനെയും ഒറാങ്കുട്ടീനെയും എടുത്തിട്ട് വേണം. ഫ്രീ കൊക്കമേലും ഇവിടെ ഉണ്ട്, ഒറാങ്കുട്ടീന് മുകളിൽ ഫ്രീ കൊക്കമേലേനെ എടുത്തു. ഇങ്ങനെ പോയാൽ പെട്ടെന്ന് റീബർത്ത് ചെയ്യും കഴിച്ചു. നാളെ നിവിംബ്രഫിൽ നമ്മൾ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കഴിച്ചു. മിത്തിക് ലക്കി ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിച്ചിട്ടുണ്ട്. എടാ എഗ്ഗും കൂടി കേട്ടോ. ഞാൻ അത് പ്ലീസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രെയിനോട്ട് നിൽക്കി തരാന്നാണ് നിവിംബ്രഫിൽ പറഞ്ഞത്. ഓപ്പൺ ഇഷ്ടമാണെന്നാണ്. അങ്ങനെ ഒറാങ്കുട്ടീനെ അനനസീനിയെ നമ്മളെടുത്തു. ഒരു പബ്ലിക് സെർവർ ആച്ചാൽ കഴിച്ച് എല്ലാവരും ഒന്ന് അടിച്ചിടും. ബേസ് എന്നൊക്കെ ബ്രെയിനോട്ടിന് എടുത്തിട്ട് കഴിച്ച് ഒന്നും നേരെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ റീബർത്തോടെ നമ്മുടെ വീഡിയോ 100 മില്യൺ അത് നമ്മുടെ നെയിം പ്രോഫിറ്റിൽ സെറ്റാക്കി തരും. ഇതിനെടുത്തോ? ഞാൻ സ്വന്തമായിട്ട് എടുത്തോ? കീന്ന് കിട്ടണേ മതി.
നീ അത് സ്വന്തം എടുക്ക്. എനിക്ക് മുട്ട മതിറാ, മറ്റേ മുട്ട ഇത് ബണ്ണി മുട്ട. Egg din egg dun. എഗ് ദുന്തുന്നാണ് ഇതിൻ്റെ പേര്. ഒടിഞ്ഞിൻ്റെ കോപ്പിയാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതൊന്നും തന്നെ മില്യൺ പെർ സെക്കൻഡ് ആയിട്ട് എൻ്റെ ബേസിൽ വെച്ചപ്പോൾ നിങ്ങൾക്കിൽ നിന്ന് 10 മില്യൺ പെർ സെക്കൻഡ് ഒക്കെ അടുപ്പിച്ച് കയറിയിട്ടായിരുന്നു. 1.2 മില്യൺ പെർ സെക്കൻഡാണ് എൻ്റേത് പറഞ്ഞത്. ഇപ്പം 54 Coco fanto elefanto. ഓപ്പണായിട്ട് അയിത്ത ബ്രെയിൻ റോട്ടിക്ക് തരാമെന്നാണ് നിങ്ങൾക്കിൽ പറഞ്ഞത്. ഫസ്റ്റ് നീ ഈ 2 ബ്രെയിൻ റോട്ടിൻ്റെ മതി എനിക്ക് പൈസ ഉണ്ടാക്കാൻ. നിങ്ങൾക്കെല്ലാം മറ്റേ നൂറായില്ലേ? ഇല്ല 33. നമ്മൾ ഒരു ബ്രെയിൻ റോട്ടിനോട് എടുക്കുമ്പോൾ ഈ ഇത് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത ബ്രെയിൻ ഈ റീബർത്തോടെ നമ്മളെ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചില റീബർത്ത് ഓഫ് ക്യാമറയിലായിരിക്കും ഗൈസ്. അത് നമുക്ക് ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം ഓഫ് ക്യാമറയിലാണ് ചില സമയത്ത് തുറക്കാറായിട്ടുണ്ട്. നമ്മുടെ ഈ ബണ്ണി ടോട്ടൽ എഗ്, ബണ്ണി ട്രാലല ബണ്ണി ട്രാലിൻ്റെ എഗ് അവനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കും. അങ്ങനെ നിമ്പ്രൊഫ്നൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യാൻ പോവാണ്. നിമ്പ്രൊഫ്നൽ ഇതാ ഓപ്പൺ ചെയ്ത് ഗൈസ്. നിമ്പ്രൊഫ്നൽ ബണ്ണി ട്രാലലേനെ കിട്ടി. ഇതിനെനിക്ക് തരാന്നാണ് നിമ്പ്രൊഫ്നൽ പറഞ്ഞത്. Bani tralala. ഞാൻ ബേസ് കൊണ്ടുവച്ച റീബർത്തി കഴിഞ്ഞിട്ട് ഇവൻ എന്നെ കൊടുക്കുന്നത്. എന്നിട്ട് ബേസ് വെക്കുന്നത് ഗൈസ്. 100 മില്യണായി നിമ്പ്രൊഫ്നൽ എടുത്തൊക്കെ. അപ്പോൾ ഓരോന്നായിട്ട് കൊണ്ടോട്ടെ. ആ ഈ ബ്രെയിനോ കൊടുഞ്ഞ് രണ്ടാമത്തിന് കൊണ്ടുപോയാൽ മതി. പിന്നെ 3 നമ്മുടെ നെക്സ്റ്റ് റീബർത്തായി ഗൈസ്. പെട്ടെന്ന് നമ്മുടെ റീബർത്ത് ഉണ്ട്. നമ്മുടെ നല്ല ഹെൽത്തി ഉണ്ട് ഗൈസ്. ഈ റീബർത്തും കൂടെ കഴിയാൻ അപ്പം വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതാണ് ലാസ്റ്റ് റീബർത്ത്. ഇത് ഈ വീഡിയോത്തെ ലാസ്റ്റ് റീബർത്ത് ഇട്ട് ഗൈസ്. ഇനി നമ്മൾ ചില റീബർത്ത് ഇപ്പോൾ ഒരു ബ്രെയിൻ കോഡ് വന്നിട്ട് കേട്ടോ ഗൈസ്. ബ്രെയിൻ കോഡ് ഒരു സെറ്റ് ബ്രെയിൻ കോഡ് വന്നിട്ട് കേട്ടോ ഗൈസ്. 240 kph നിമ്പ്രൊഫ്നൽ മേടിക്കാൻ പറഞ്ഞു. Cacasito satellite. റീബർത്ത് ചെയ്യാൻ പോണ്. ആൻഡ് റീബർത്ത് നമ്മുടെ റീബർത്ത് ചെയ്യാണ്. ഈ വീഡിയോ എൻ്റെ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.